വർക്ക്ഷോപ്പിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കിൽ വണ്ടിയുണ്ട്. രാഹുൽ ഫാബി, വെൽക്കം ടു Fabbsonwheels. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നേരത്തെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഇതിൻ്റെ ഏർലി അപ്ഡേറ്റ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജിപ്സിയുടെ റിസ്റ്റോറേഷൻ വർക്കാണ് നമ്മളിപ്പോൾ ചാനലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോസ്. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ 1-2 ദിവസത്തെ വീഡിയോസ് ചേർത്തിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ ചാനൽ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്മളോടൊപ്പം തന്നെ മൂവ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളോടൊപ്പം പോകാം. ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരി മാറ്റി അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ആ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയിട്ട് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഞാനൊരു പ്ലേലിസ്റ്റ് അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. സോ മെയിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് കാണിക്കാൻ വേണ്ടുന്നത് നമ്മുടെ വണ്ടി കുറേ കവറുകൾ കിടക്കുന്നുണ്ടോ, മാരുതിയുടെ ജെന്യൂൻ സ്പെയറിൻ്റെ കുറേ കവറുകൾ ഇവിടെ കിടക്കുന്നതാണ്. ആദ്യം നമ്മൾ മേടിച്ച സ്പെയറുകൾ എന്തൊക്കെ മാറിയെന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് ബേസിക്കലി ഇത് നോക്കി, മാരുതിയുടെ ജെന്യൂൻ സ്പെയറാണ്. ഈ ഒരു ഫ്യൂൽ ഫിൽറ്ററും അതുപോലെ തന്നെ ഫ്യൂൽ ഫീഡ്, അതായത് ഈ ഫ്യൂലിൻ്റെ പൈപ്പ്സും ഒക്കെ വരുന്ന ഒരു സംഭവമാണ്. ഫുൾ ഫ്യൂലിൻ്റെ പൈപ്പുകൾ നമ്മൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ബുഷ് കണ്ടോ, ഇത് ഗിയർ ബോക്സിൻ്റെ ബുഷാണ്. ഗിയർ ബോക്സിൻ്റെ ബുഷുകൾ അഡീഷണൽ ആയിട്ട് നമ്മൾ അതിന് ശേഷം കുറച്ച് സ്പെയറുകൾ നമ്മൾ മേടിച്ചിട്ട് മാറിയതാണ്. അവിടെ നമ്മൾ ആ ഒരു എയർ ഫിൽറ്റർ കാണാം. ഇതിനകത്ത് മാറാനായിട്ട് ഇനി നമ്മൾ അന്ന് എടുത്ത സ്പെയറുകളിൽ ഫുള്ള് സംഭവങ്ങളും നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഗിയർ ബോക്സ് നല്ല ടൈറ്റായിരുന്നു, കുറച്ച് പ്ലേ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗിയർ ഇടുമ്പോഴും കുറച്ച് ടൈറ്റായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ മാറി. പിന്നെ കുറച്ച് ബുഷുകൾ ഇവിടെ ഇനി മാറാനായിട്ടുണ്ട്. കുറച്ച് ലോക്ക് സെറ്റും കാര്യങ്ങളൊക്കെ, ബാക്കിലത്തെ ലോക്ക് സെറ്റും കാര്യങ്ങളൊക്കെ, അത് നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിച്ച് പാച്ച് വർക്കെല്ലാം തീർന്ന് ആ ഒരു ലെവലിലോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ ലോക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫൈനൽ ടച്ച് വർക്കായിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ അകത്തുണ്ടായിരുന്ന ആ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. പിന്നെ പെയിൻറ്റിങ് ചെയ്തതിന് ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിലോട്ട് വണ്ടി മാറ്റിയിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോകും. ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂലിൻ്റെ ഭാഗത്തു നിന്നൊരു സ്മെല്ലുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത്. സോ ആ ഫ്യൂലിൻ്റെ പൈപ്പുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. ഫുൾ പൈപ്പുകൾ നമുക്ക് SR എന്ന് വന്നിട്ടുണ്ട്. ആ പൈപ്പുകളെല്ലാം നമ്മൾ മാറി. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ കൊണ്ട് തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ വരുമ്പോൾ ഇനി ഫ്രണ്ടിലാണ് നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഒരു 2-3 ഡേയ്സ് ആയിട്ട് തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെയാണ് വണ്ടി ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ എഞ്ചിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. ബാക്കി ഉള്ള വർക്കുകൾ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. ഇത് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാനോ ആക്സിലറേറ്റർ കേബിൾ മാറാൻ, ക്ലച്ച് കേബിളെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വണ്ടിക്ക് ഒരു ഓവർ റൈസ് ആവുന്നൊരു സംഭവമാണ്. സോ ആ ഓവർ റൈസും കാര്യങ്ങളൊക്കെ മാറും. അതോടൊപ്പം തന്നെ ഇത് കണ്ടില്ലേ, പുതിയ ഓയിൽ ഫിൽറ്റർ, പുതിയ ഓയിൽ ഫ്ലൂയിഡുകൾ സംഭവങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലൊപ്പം തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്പിൻഡിൽ സെറ്റ് അല്ലേ, സ്പിൻഡിൽ സെറ്റ് എന്നല്ലേ പറയുന്നത്, സ്പിൻഡിൽ സെറ്റാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജിപ്സിക്ക് മെയിനായിട്ട് ഇഷ്യൂ വരുന്നൊരു സംഭവമാണ്. കാര്യം നമ്മുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോർമലി റെഡിയാക്കിയിട്ട് വണ്ടി സാധാരണ യൂസാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് ഒന്നും വണ്ടിക്ക് വരത്തില്ല. നമ്മളെപ്പോഴും ഈ വണ്ടിക്കകത്ത് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ക്രൗണും പിന്നിനും വരുന്ന ടൈപ്പ് ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ വരുന്നൊരു ജോയിൻറ്റുകളിലുള്ള ബെയറിങ്ങും കാര്യങ്ങളൊക്കെ പോകും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഈ 2 സൈഡിലും ആ ഒരു ജോയിൻറ്റ്സ് വരുന്നുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു സൈഡിലും ആ ജോയിൻറ്റ്സ് വരുന്നുണ്ട്. അവിടെ ഒരു ലീക്ക് കാണുന്നുണ്ടോ, ഈ ലീക്ക് കണ്ടോ. ഈ ലീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കാലപ്പഴക്കത്തിൽ വരുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കറക്കി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ബെയറിങ്ങിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇളക്കം എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. അത്യാവശ്യം ഷേക്കിംഗ് ഉണ്ടോ ബ്രോ? അത്യാവശ്യം ഷേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ ബെയറിങ് വാങ്ങിയിട്ടുണ്ട്. ആ ബെയറിങ് എന്തായാലും നമുക്ക് മാറുക തന്നെ ചെയ്യാം.
ബെയറിങ്ങിനകത്ത് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന കുറേ ഓയിൽ സീലുകളും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഹബ്ബ് ബെയറിങ്ങുകൾ, ഇതെല്ലാം ചേർന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഈ ഒരു സൈഡാണ് നമുക്ക് മാറാനായിട്ട്. ആ നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ ബാക്കിൽ ഒരു വാഷർ വരുന്നുണ്ട്. ആ വാഷറും കുറച്ച് പ്ലേറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അതെല്ലാം നമ്മൾ മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡിലത്തെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൈഡിൽ നമുക്കിനി ഈ ഒരു സംഭവം കൂടെ മാറാനുണ്ട്. പിന്നെ മെയിനായിട്ടും പറയുന്നത് ഈ ഒരു ഹൗസിങ്ങിൽ, അതുപോലെ തന്നെ ബാക്കിലത്തെ ഹൗസിങ്ങിലെല്ലാം ഓയിൽസ് വരുന്നുണ്ട്. ഈ ഓയിലുകളെല്ലാം മാറണം. ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വണ്ടി നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലൂയിഡുകളും ഓയിലുകളും കാര്യങ്ങളെല്ലാം മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതുണ്ടോ, ഇവിടെ ഒരു ചെറിയ പാച്ച് വർക്ക് വരുന്നുണ്ട്. ഈ പാച്ച് വർക്ക് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി നമ്മുടെ ബാക്കിയുള്ള പെയിൻറ്റിങ്ങിലോട്ടൊക്കെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഈ സംഭവങ്ങളാണ് ഹബ്ബ് ബെയറിങ് കാര്യങ്ങളെല്ലാം. ഇതെല്ലാം നമ്മൾ മാറേണ്ടതാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന ബെയറിങ്ങുകളും ഈ ഒരു സംഭവങ്ങളെല്ലാം ചേർത്തിട്ടാണ് അവിടെ കറക്റ്റ് ചെയ്തിട്ട്, ഇതിനിടയ്ക്ക് റബ്ബറിൻ്റെ ഓയിൽ സീൽ വരുന്നുണ്ട്. ഈ ഓയിൽ സീലെല്ലാം ചേർത്ത് റെഡിയായി കഴിയുമ്പോൾ സംഭവം സെറ്റാവും. ജിപ്സിക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അത്. അത് നമ്മുടെ വണ്ടിയുടെ ലോക്ക് സെറ്റും കാര്യങ്ങളൊക്കെ, അകത്തെ ലോക്ക് സെറ്റും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ലോക്ക് സെറ്റ് എല്ലാം പുതിയതാണ്. അതുപോലെ തന്നെ ഈ കൈകളിലും സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കൂടുതലും അതിന് ഒരു മാറ്റം തോന്നുന്നു. പെയിൻറ്റിങ്ങെല്ലാം അത്യാവശ്യം ഉറച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വർക്ക് കൂടെ ചെയ്യാനായിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് വണ്ടി പോകാൻ പോകുന്നത് ശരിക്കും പെയിൻറ്റിങ് സെക്ഷനിലോട്ടാണ്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ, ഇപ്പോൾ ഈ ഒരു സീറ്റ് കണ്ടില്ലേ, നമ്മൾ ഈ ഒരു സീറ്റൊക്കെ മാറ്റിയിട്ട് നമ്മൾ വേറെ ഉഗ്രൻ സീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ വേറൊരു ക്ലിപ്പും കൂടെ അറ്റാച്ച് ചെയ്യാം. അതായത് നമ്മുടെ അപ്പോൾസ്ട്രി വർക്കിൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പോൾ അപ്പോൾസ്ട്രി ഒക്കെ ചെയ്യുന്ന ബീച്ചേട്ടനെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആ ഒരു വീഡിയോയും കൂടെ എൻ്റെ കൂടെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. കാര്യം ഈ ഒരു വർക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ്, ഈ ഏകദേശം ഒരു 20-22 ദിവസത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇന്ന് നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് പണി തീർന്നിട്ട് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇനി പിന്നെ പോകുന്നത് പെയിൻറ്റിങ് സെക്ഷനിലോട്ടാണ്. അപ്പോഴത്തേക്ക് പെയിൻറ്റിങ് സെക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് അപ്പോൾസ്ട്രിയുടെ വർക്കും കാര്യങ്ങളെല്ലാം അവിടെ നടക്കും. ഞാനിപ്പോഴേ വീട്ടിലാണ് ഉള്ളത്. നമ്മുടെ വണ്ടിയുടെ പണിയുടെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇപ്പോൾ നമ്മുടെ അപ്പോൾസ്ട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ഇക്കയുടെ ആപ്പയ്ക്കകത്താണ് നമ്മൾ പോകുന്നത്. ഇക്കായ കണ്ടോ, നമ്മുടെ സ്വന്തം അയലത്തുകാരനാണ് കേട്ടോ. ഇക്കയുടെ വണ്ടിക്കകത്ത് നമ്മുടെ സീറ്റ്, ഇത്രയും സീറ്റുണ്ട് ഇതിനകത്ത്. നമ്മുടെ ജിപ്സിയുടെ സീറ്റ് ഉണ്ട്, ഇതുണ്ടല്ലേ, നമ്മുടെ SX4ൻ്റെ സീറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബെഞ്ച് സീറ്റ് കിടപ്പുണ്ട്. ഈ ബെഞ്ച് സീറ്റെല്ലാം ഇതെല്ലാം സീറ്റ്. ഇനി ഒരു 2 സീറ്റ് കൂടെ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി AC ചെയ്യാൻ പോയിരിക്കുന്ന കാരണം ഈ സീറ്റ് നമ്മുടെ ഇപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ആ സീറ്റ് ആ വണ്ടി കൊണ്ടുവന്നിട്ട് വേണം അടിപ്പിക്കാൻ. അപ്പോൾ ഇത്രയും സീറ്റ് നമ്മൾ നേരെ നമ്മുടെ ബിജു ചേട്ടൻ്റെ അടുത്തോട്ടാണ് നമ്മൾ ഈ സീറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ആ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും ആപ്പിൽ യാത്രയായിട്ട് കുറേ നാളായി. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ബീച്ചേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സീറ്റ് നമ്മളിപ്പോൾ ഇറക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ നമ്മുടെ സീറ്റ് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ബീച്ചേട്ടൻ എന്തായാലും ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ വീട്ടിൽ വെച്ച് തന്നെയാണ് പുള്ളി വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം എന്തായാലും ആ കാര്യങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഇതൊരു ആക്സിഡൻറ്റിൻ്റെ സീറ്റാണ് ഈ ഒരു വരുന്നത്. പിന്നീട് നമുക്ക് നോർമലി ഉള്ള SX4ൻ്റെ നമ്മുടെ സീറ്റ് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ സീറ്റെല്ലാം എന്തായാലും ഇറക്കി വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ സീറ്റ് നോക്കിയത് അടിച്ചതിന് ശേഷം നമുക്ക് സീറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
ഇവർ പിന്നെ ഇവിടെ ആണെങ്കിൽ വീട്ടിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള ദിവാൻ കോട്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള അപ്പോൾസറി കാര്യങ്ങൾ വർക്കൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും സീറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടി AC ചെയ്യാൻ പോയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ആ സീറ്റൂടെ വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ കാഴ്ചകളൊക്കെ നമുക്കിനി സീറ്റ് അടിച്ചിട്ട് ഇനി സീറ്റ് എങ്ങനെ ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം, ഞാൻ ഷോക്ക് ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞത്, നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നു മണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇന്നോവയുടെ 4 ഇയേഴ്സ് ഷോക്സ് വെച്ചിട്ടാണ് അത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കാണും. നമ്മുടെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിൽ നമ്മുടെ അനസിക്കയുടെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഷോക്കൊക്കെ വാങ്ങിയത്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വേറെ സബ്സ്ക്രൈബറും കൂടെ ഷോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ 2 പേരുടെ ഷോക്കും കൂടെ ഞാനിപ്പോൾ തൃശ്ശൂരിലോട്ട് അയച്ചിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിട്ടോ. നമ്മളപ്പോഴേ നമ്മുടെ യൂണിവേഴ്സലിൽ വന്നിട്ടുണ്ട്. സോ നമ്മുടെ 2 വണ്ടിക്ക് നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 8 ഷോക്ക് 8 ഷോക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമ്മുടെ മെയിൻ ഇപ്പോൾ നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിക്കും പിന്നെ 4 എണ്ണം വേറൊരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സാധനം നമ്മളിന്ന് എടുത്ത് മണിച്ചേട്ടന് അയച്ചു കൊടുക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വെച്ചിരിക്കുന്നത് ഇന്നോവയുടെ 4 ഇയേഴ്സ് ഷോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ജിപ്സിയുടെ ബുഷും കാര്യങ്ങളൊക്കെ കയറ്റുന്നത് മണിച്ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് അങ്ങോട്ട് അയക്കാനുള്ളതാണ്. സോ നമ്മുടെ എപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ എവിടുന്ന് ഈ ഷോക്കും സ്പെയറും ഒക്കെ മേടിക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ അനസിക്കയുടെ കടയിൽ നിന്ന് അനസിക്ക ഫസ്റ്റ് ടൈം ഞാനത് കാണിക്കാം. അനസിക്ക എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. അനസിക്ക നമ്മുടെ മെയിൻ സ്പെയർ മേടിക്കുന്നതിൽ മെയിൻ ഒരു ഡീലർ തന്നെയാണ്. പുള്ളിക്കാരൻ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഇത് കണ്ടോ, ഇത്രയും സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൂണ്ടയുടെ സ്പെയറാണ്. സെപ്പറേറ്റ് ഇവർക്കൊരു ഹൂണ്ടയുടെ ഒരു സംഭവം ഇവിടെയുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ഹൂണ്ടയുടെ ഫുൾ സ്പെയർ ഇവർക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ജെനുവിൻ സ്പെയർസ് ആണ് ഇവർ ഹൂണ്ടയുടെയൊക്കെ ചെയ്യുന്നത്. മാരുതിയുടെ അതർ സ്പെയർസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഷോപ്പിൻ്റെ പേര് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ കരുനാപ്പള്ളി തന്നെയാണ് വർഷങ്ങളായിട്ട് നമ്മൾ സ്പെയറും ഒക്കെ വാങ്ങുന്നത്. ഇത് കണ്ടില്ലേ, യൂണിവേഴ്സൽ ആട്ടോ സ്പെയർസ് എന്നാണ് നമ്മളുടെ ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടി ഇനി ലിഫ്റ്റ് ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന വർക്ക്ഷോപ്പ്, നമ്മുടെ പെയിന്റിംഗ് വർക്ക്ഷോപ്പിലോട്ടാണ്. സോ അവിടുത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അപ്പോൾസറിയുടെ വീഡിയോസൊക്കെ ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ അപ്ഡേറ്റഡ് ബാക്കി വരുന്ന വീഡിയോസൊക്കെ ഞാൻ ഉറപ്പായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വിടാം. പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഫാബ്സോൺവീൽസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ കിട്ടില്ല കുറേ എപ്പിസോഡായിട്ട് എന്തായാലും നമുക്ക് വരും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വർഷം കാണാം. അതോടൊപ്പം ഞാൻ എപ്പോഴും പറയാനുള്ള നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുള്ളൂ. കിടിലൻ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് തന്നെ നെക്സ്റ്റ് ഇയറിൽ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.